ഇന്നത്തെ ടോപ്പിക് ദ മെമ്മറി ഓഫ് ഹിരോഷിമ ബൈ കെ സച്ചിദാനന്ദൻ. സച്ചിദാനന്ദനെ കുറിച്ച് 2 വാക്ക്. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുന്ന ദ്വിഭാഷാ കവി, നിരൂപകൻ, നാടകകൃത്ത്, പത്രാധിപർ, കോളമിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് കെ സച്ചിദാനന്ദൻ. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ പുല്ലൂർ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. മുൻ സാഹിത്യ അക്കാദമി സെക്രട്ടറിയും അതിന്റെ ഇന്ത്യൻ ജേർണലായ ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ എഡിറ്ററുമായിരുന്നു കെ സച്ചിദാനന്ദൻ. 60 പുസ്തകങ്ങൾ മലയാളത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി ഈ കവിത എഴുതാനുണ്ടായ പശ്ചാത്തലം നോക്കാം. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങം ഗ്രാമത്തിൽ USSRന്റെ സഹകരണത്തോടെ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ നടത്തിയ പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദ മെമ്മറി ഓഫ് ഹിരോഷിമ എന്ന ഈ പോയം സച്ചിദാനന്ദൻ എഴുതുന്നത്. സൈലന്റ് വാലി മൂവ്മെന്റ് നൽകിയ ഊർജം, ഉക്രൈനിലെ ചെർണോബിൽ നടന്ന ആണവ ദുരന്തത്തിന്റെ ഭയാനകമായ കഥകൾ ഉളവാക്കിയ ആശങ്കകൾ മൂലം പെരിങ്ങം ഗ്രാമത്തിൽ 4 വർഷം നീണ്ടുനിന്ന വിജയകരമായ പോരാട്ടത്തിന് പ്രചോദനമായി. ഈ പ്രദേശത്ത് ചെർണോബ് ഡേ ആചരിച്ചു. എല്ലാ പ്രാദേശിക സർക്കാർ ഓഫീസുകളും 1991 ഹിരോഷിമ ദിനത്തിൽ പിക്കറ്റ് ചെയ്യപ്പെട്ടു. പ്രാദേശിക പ്രതിരോധവും USSRന്റെ പിൻവാങ്ങലും കാരണം സർക്കാർ ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയതിനാൽ സമരം അവസാനിച്ചു. ഹിരോഷിമയിലെയും ചെർണോബിലെയും റേഡിയോ ആക്റ്റീവ് മലിനീകരണത്തിന്റെ ഭീകരതയെക്കുറിച്ച് 1991 ഓഗസ്റ്റ് 8 സച്ചിദാനന്ദൻ എഴുതിയ ഈ കവിത പെരിങ്ങോമിലെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഐക്യദാർഢ്യത്തെ കാണിക്കുന്നു. പ്രകൃതിക്കും മനുഷ്യത്വത്തിനും എതിരായ അതിക്രൂരമായ കുറ്റകൃത്യങ്ങൾക്ക് നിശബ്ദ കാഴ്ചക്കാരനായി നിൽക്കേണ്ടി വന്ന സാധാരണക്കാരന്റെ ശബ്ദമായി ഈ കവിത മാറുന്നു. 3 സ്റ്റാൻസകളായി എഴുതിയ ഈ കവിതയിലെ ആദ്യ സ്റ്റാൻസ ഹിരോഷിമയിലെ ഭീകരമായ അറ്റോമിക് സ്ഫോടനത്തിന്റെ മാനുഷിക വശങ്ങളെക്കുറിച്ച് വിശദമായി അവതരിപ്പിക്കുന്നു. രണ്ടാമത്തെ സ്റ്റാൻസയിലെ അതിശയകരമായ ഇമേജറീസിലൂടെ ന്യൂക്ലിയർ റിയാക്ടറിലെ പൊട്ടിത്തെറി മൂലമുണ്ടായ ആണവ ദുരന്തത്തെക്കുറിച്ച് ചെർണോബിന് ചുറ്റുമുള്ള ആളുകൾ അനുഭവിച്ചു തീർത്ത ഭീകരതയെ വെളിപ്പെടുത്തുന്നു. അവസാന സ്റ്റാൻസയിലൂടെ ജീവിതവും സമാധാനവും ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ മുഴുവൻ മനുഷ്യരെയും ഉദ്ബോധിപ്പിക്കുന്നു. ഈ കവിതയിൽ 2 ദുരന്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഹിരോഷിമയിലെ ബോംബ് സ്ഫോടനവും രണ്ടാമത്തേത് ചെർണോബിലെ അറ്റോമിക് റിയാക്ടർ സ്ഫോടനവും. ഹിരോഷിമയിലും ചെർണോബിലും എങ്ങനെയാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട്. കേട്ടു നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിനി കവിതയിലേക്ക് പോകാം. We grass, no storm can break, survivors of rapid earthquakes and revolution. Silent witness to murderous crime, say no more. ഇവിടെ ഗ്രാസുകൾ എന്നുദ്ദേശിക്കുന്നത് പുല്ലുകളാണ്. ഈ കവിതയിലെ സ്പീക്കറാണ് ഈ പുല്ലുകൾ. ഇവ സാധാരണ ജനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നും അടിച്ചമർത്തപ്പെടുന്നവർ. ആ ജനങ്ങൾക്ക് ശബ്ദം നൽകുകയാണ് സച്ചിദാനന്ദൻ ഈ കവിതയിലൂടെ ചെയ്യുന്നത്. അതായത് ഈ കവിതയിലെ സ്പീക്കറായ പുല്ലുകൾ പറയുന്നു, ഒരു കൊടും കാറ്റിനും ഞങ്ങളെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുയലുകളെയും ഭൂകമ്പങ്ങളെയും വിപ്ലവങ്ങളെയും അതിജീവിച്ചവരാണ് ഞങ്ങൾ. കൊലപാതകങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും മൂകസാക്ഷിയായ ഞങ്ങൾ പറയുന്നു, ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അതായത് ഈ പുല്ലുകൾ പറയുന്നു, കൊടുങ്കാറ്റിന് അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. മുയലുകൾ എത്രയൊക്കെ തിന്നു തീർത്താലും അവർ വീണ്ടും വീണ്ടും മുളച്ചു പൊന്തി വരുന്നു. ഭൂകമ്പങ്ങൾ അവരെ തുടച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴും അതിനിരട്ടിയായിട്ട് അവർ വീണ്ടും തഴച്ചു വളരുന്നു. അതായത് ഏത് പ്രതികൂല സാഹചര്യത്തെയും അവർ അതിജീവിക്കും എന്നാണ് പറയുന്നത്. ക്രൂരമായ കൊലപാതകങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും മൂകസാക്ഷിയായ അവർ, അതായത് ആ പുല്ലുകൾ, ഇപ്പോൾ പറയുന്നു ഇനിയും ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാൻ പാടില്ല എന്ന്. We remember Hiroshima. Death descended like the spring in the valley with the light of a million sun. Then charcoal, ashes, an orchard of skulls. Burnt kimonos dripping with breast milk and blood. The tiny shoes of children fallen dead on step while rushing back to a home cool shelter. Darling dolls that had leaped down scared from the school bags, now lying charred on the floor. Fingers that had woven clothes and bread, now stuck to the stilled machines. The cap of dead songs, the skirt of dead dancers, liquefied loves,
cherries blossom dissolved in the white heat of the scorching summer, molten ice, molten time, still on molten glow, molten language stuck to the molten slate. ഈ കവിതയിലെ സ്പീക്കറായ പുല്ലുകൾ പറയുന്നു, ഞങ്ങൾ ഹിരോഷിമയെ ഓർക്കുന്നു. കോടി സൂര്യന്മാരുടെ പ്രകാശവുമായി വസന്തം താഴ്വരയിൽ മരണവുമായി പൂത്തിറങ്ങി. കരി, ചാരം, തലയോടുകളുടെ പൂന്തോട്ടം, കത്തിക്കരിഞ്ഞ വസ്ത്രങ്ങൾ, മുലപ്പാലും രക്തവും ഇറ്റിറ്റ് വീണ വസ്ത്രങ്ങൾ, പടിക്കെട്ടുകളിൽ മരിച്ചു വീണ കുട്ടികളുടെ കുഞ്ഞു ചെരുപ്പുകൾ, പേടിച്ച് തറയിലേക്ക് എടുത്തു ചാടിയ സ്കൂൾ ബാഗുകളിലെ പാവകൾ. അവ ഇപ്പോൾ നിലത്ത് കത്തിക്കരിഞ്ഞു കിടക്കുന്നു. അപ്പവും വസ്ത്രവും ഉണ്ടാക്കിയ സ്ത്രീകളുടെ വിരലുകൾ നിന്നുപോയ യന്ത്രങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. മരിച്ച പാട്ടുകളുടെ തൊപ്പികൾ, മരിച്ച നൃത്തങ്ങളുടെ പാവാടകൾ, ഉരുകിപ്പോയ പ്രണയങ്ങൾ, പൊള്ളുന്ന വേനലിന്റെ വെളുത്ത ചൂടിൽ കരിഞ്ഞുപോയ ചെറിപ്പൂക്കൾ, ഉരുകിയ കണ്ണുകൾ, ക്ലോക്കിൽ ഉരുകി നിലച്ച സമയങ്ങൾ, ഉരുകിയ സ്ലേറ്റുകളിൽ ഉരുകിയൊട്ടിയ ഭാഷകൾ. ഇവിടെ അമേരിക്ക ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചതിനു ശേഷമുള്ള ഭീകര ദൃശ്യങ്ങളാണ് സച്ചിദാനന്ദൻ വിവരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് അമേരിക്കൻ പട്ടാളം ഹിരോഷിമയിൽ ആദ്യ ബോംബ് പ്രയോഗിക്കുന്നത്. അണുബോംബ് പൊട്ടി ഹിരോഷിമ നിന്ന് കത്തിയത് 3 ദിവസമായിരുന്നു. മനുഷ്യർ ഇഞ്ചിഞ്ചായി വെന്തുമരിച്ചു. മാത്രമല്ല, റേഡിയേഷന് വിധേയരായവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വർഷങ്ങളോളം അനുഭവിക്കാനും പിൻതലമുറയ്ക്ക് കൈമാറാനുമായിരുന്നു അവരുടെ വിധി. 1000 സൂര്യന്മാർ ആകാശത്ത് ഒരുമിച്ച് പൊട്ടിത്തെറിച്ചു. മരണം അവിടെ താണ്ഡവമാടി. നഗരത്തിലെ നിരപരാധികളായ ആബാലവൃദ്ധം ജനതയ്ക്കുമേൽ അത് തീമഴയായി പെയ്തിറങ്ങിയതിന്റെ ചിത്രങ്ങളാണ് ഈ വരികളിലൂടെ നമുക്ക് കാണാനാകുന്നത്. പ്രത്യേകിച്ചും അഗ്നിയിൽ വെന്തുരുകിയ കുഞ്ഞു മക്കളെക്കുറിച്ചുള്ള വിവരണങ്ങൾ, കത്തിക്കരിഞ്ഞ അവരുടെ സ്കൂൾ യൂണിഫോമുകൾ, ഉരുകിപ്പോയ സ്ലേറ്റുകൾ, ബുക്കുകൾ എല്ലാം കൊടും ഭീകരതയെ അനാവരണം ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് പോകാം. We grass, who turned the earth into a revolving emerald in a space, got from pain the feet of the playing children and the falling flowers, and tattooed the skulls of dying with colorful dreams, saying, "No more." We remember Chernobyl. Death had come not blood-soaked like the knife thrower, nor in tight versed with red kerchief like the bullfighter. Hiroshima's sun had risen like the primal explosion that had given birth to our earth. He came amidst the revelries of that midsummer night in April, to choke the nightingales' throats, to still the dancing gypsies' feet. Invisible serpents of slithering heat, venomous light piercing the cawing of crows and mewing of cats. Children's life breath vanishing into the balloons with the air that blows them up. Mothers carrying their burning children, running all thirst along the street that led nowhere. Stillborns delivered on blanched bread like vain prayers. Milk bottle brimming with pale death. Tomato pills that suck human blood. Wheat fields wielding their golden sword. Standard trees from which dead birds fall. Bitter honey, black pollen, black snow, killing shower, killing air, killing moonlight. ഈ കവിതയിലെ സ്പീക്കറായ പുല്ലുകൾ പറയുന്നു, ശൂന്യാകാശത്ത് വെട്ടിത്തിളങ്ങുന്ന മരതകമാക്കി ഭൂമിയെ മാറ്റുന്നത് ഞങ്ങളാണ്. അതായത് മരതകത്തിന് പച്ച നിറമാണ്. ഭൂമിക്ക് പച്ച നിറം നൽകുന്നത് ഞങ്ങൾ പുല്ലുകളാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ തന്നെയാണ് ഭൂമിയെ മാറ്റുന്നവരും. താഴേക്ക് കൊഴിഞ്ഞു വീഴുന്ന പൂക്കളെയും കളിക്കുന്ന കുട്ടികളുടെ പാദങ്ങളെയും വേദനയിൽ നിന്ന് സംരക്ഷിക്കുന്നതും ഞങ്ങൾ തന്നെയാണ്. മരിച്ചവരുടെ തലയോട്ടികളിൽ പച്ച കുത്തുന്നതും ഞങ്ങൾ തന്നെ. ഇവിടെ കുഴിമാടത്തിൽ പുല്ല് വളരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഞങ്ങൾ പറയുന്നു, ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചുകൂടാ. ഞങ്ങൾ ചെർണോബിനെ ഓർക്കുന്നു. അവിടെ മരണം എത്തിയത് രക്തത്തിൽ കുതിർന്നല്ല, ഇറുകിയ കുപ്പായവും ചുവന്ന തൂവാലയുമുള്ള ഒരു കത്തിയേറുകാരനെ പോലെ അല്ല, ഒരു കാളക്കാരനെ പോലെ അല്ല. പ്രപഞ്ചത്തിലെ ഉൽപ്പത്തിക്ക് കാരണമായ ആ മഹാവിസ്ഫോടനം പോലെ, നമ്മുടെ ഭൂമിക്ക് ജന്മം നൽകിയ ആ പൊട്ടിത്തെറി പോലെ, ഹിരോഷിമയിലെ ആകാശത്തെ അഗ്നിവർഷമാക്കിയ ആ സൂര്യൻ ഇവിടെ ചെർണോബിൽ ഉദിക്കുകയായിരുന്നു. ഏപ്രിലിലെ ഒരു വേനൽക്കാല ഉത്സവ രാത്രിയിൽ
രാപ്പാടികളുടെ തൊണ്ടയെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന നാടോടികളുടെ കാലുകളെ നിശ്ചലമാക്കിക്കൊണ്ട് ഒരു മഹാവിസ്ഫോടനം പോലെ മരണം അവിടെ പറന്നിറങ്ങി. ഇഴയുന്ന സൂര്യന്റെ അല്ലെങ്കിൽ ഇഴയുന്ന ചൂടിന്റെ അദൃശ്യ സർപ്പങ്ങൾ കാക്കയുടെയും പൂച്ചയുടെയും കരച്ചിലിനെ തുളച്ചു കയറുന്ന വിഷമയമായ പ്രകാശം, വീർപ്പിക്കുന്ന ബലൂണിലെ വായുവിനോടൊപ്പം മാഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങളുടെ പ്രാണൻ, പൊള്ളി ദഹിക്കുന്ന കുഞ്ഞുങ്ങളെയും എടുത്ത് എങ്ങുമെത്താത്ത വഴികളിലൂടെ ഓടുന്ന അമ്മമാർ, വ്യർത്ഥമായ പ്രാർത്ഥനകൾക്കിടയിൽ വെള്ളക്കിടക്കയിലേക്ക് പിറന്നു വീഴുന്ന ചാപിള്ളകൾ, വിളറിയ മരണം നിറഞ്ഞു തുളുമ്പുന്ന പാൽക്കുപ്പികൾ, മനുഷ്യരക്തം വലിച്ചു കുടിക്കുന്ന തക്കാളിത്തോട്ടങ്ങൾ, സ്വർണവാളുകൾ ഓങ്ങി നിൽക്കുന്ന ഗോതമ്പ് പാടങ്ങൾ, മുരടിച്ച മരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന ചത്ത കിളികൾ, കയ്പായി മാറിയ തേൻ, കറുത്ത പൂമ്പൊടി, കറുത്ത മഞ്ഞ്, കൊല്ലുന്ന മഴ, കൊല്ലുന്ന കാറ്റ്, കൊല്ലുന്ന നിലാവ്, എവിടെയും മരണത്തിന്റെ ഗന്ധം. ഇവിടെ ചെർണോബിലെ ആണവ ദുരന്തത്തെക്കുറിച്ചാണ് പറയുന്നത്. 1986 ഏപ്രിൽ 26 രാത്രി 1:30 ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവോർജ ദുരന്തം ചെർണോബിൽ സംഭവിക്കുന്നത്. ആ പൊട്ടിത്തെറിയിൽ അതിൽ നിന്നും പുറത്തു വന്ന ചൂടും പ്രകാശവും വിഷമയമായിരുന്നു. അവ വായുവിൽ കലർന്ന് മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും മരിച്ചു വീണു. ചാപിള്ളകൾ പിറന്നു. ആഹാര സാധനങ്ങളും മഴയും കാറ്റും എന്തിനേറെ നിലാവ് പോലും വിഷമയമാറി എന്നാണ് പോയറ്റ് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് പോകാം. We grasp the green flags of dream stained by the atomic rain, announcing the life's tenderness even in the desert of the battlefield. Did it grow just to be crushed under the hooves of eternal night? Lend your ears to our green message. Wake up, mothers nursing lullabies and cucumber in the soil, with the drums of the minstrel announcing the dawn for the witness. Save from the atomic eclipse the deathless mood of your selfless love, with its healing roots. Rise up, brave persons, rearing future's golden paddy fields and grandchildren's dreams. With the tears of ancestors dried up the ritual mass for witness. Retrieve from the poisoned earth the untiring sun of your courageous action that smells of acrid flowers, until the rhythm of abandoned life echo in the drums of the untouchable and the hearts of the dispossessed, until this earth flowers once again in the melodious rain from the shepherd's flute and the monsoon clouds. സ്വപ്നത്തിന്റെ പച്ചക്കൊടികളായ ആണവമഴയുടെ കറപുരണ്ടവരായ ജീവിതത്തിന്റെ ആർദ്രത വിളിച്ചോതുന്നവരായ ഞങ്ങൾ പുല്ലുകൾ പറയുന്നു, യുദ്ധഭൂമികളിലെ മരുഭൂമിയിൽ വെറുതെ ഞെരിഞ്ഞമരാനല്ല ഞങ്ങൾ വളർന്നത്. അനന്തമായ രാത്രികളുടെ കുളമ്പടികൾക്ക് താഴെ ഞങ്ങളുടെ ഹരിത സന്ദേശം നിങ്ങൾ ചെവി തുറന്ന് കേൾക്കൂ. പ്രഭാതമായെന്ന് വിളിച്ചു പറയുന്ന പാണന്റെ തുടികൊട്ടിനെ സാക്ഷിയാക്കി കുഞ്ഞുങ്ങൾക്കായി ഈ മണ്ണിൽ താരാട്ടും വെള്ളരിയും നട്ടുവളർത്തിയ അമ്മമാരെ ഉണരൂ. ആണവഗ്രഹണത്തിൽ നിന്ന് അവരെ രക്ഷിക്കൂ. മരണമില്ലാത്ത ചന്ദ്രനെ, മുറിവുണങ്ങുന്ന വേരുകളെ, ഒരിക്കലും നശിക്കാത്ത വാത്സല്യത്തെ ഈ ആണവഗ്രഹണത്തിൽ നിന്ന് രക്ഷിക്കൂ. പാടങ്ങളിലും പേരക്കിടാങ്ങളുടെ സ്വപ്നങ്ങളിലും ഭാവിയുടെ സ്വർണം വിളയിക്കുന്ന കർഷകരെ ഉണരൂ. ആചാരങ്ങളുടെ മുഖംമൂടിയിൽ ഉണങ്ങിയിരിക്കുന്ന പൂർവികരുടെ കണ്ണുനീർ സാക്ഷിയാക്കി കർഷകരെ നിങ്ങൾ ഈ വിഷം തീണ്ടിയ ഭൂമിയിൽ നിന്ന് തിരിച്ചു പിടിക്കൂ. ഇവിടെ ആചാരങ്ങളുടെ മുഖംമൂടികൾ എന്ന് പറയുന്നത് തെയ്യക്കോലങ്ങളെയാണ്. നിങ്ങളുടെ ധീരപ്രവൃത്തിയിലൂടെ ക്ഷീണിക്കാത്ത സൂര്യനെ തിരിച്ചു പിടിക്കൂ. ഇടവമേഘമഴയിൽ സമൃദ്ധ ജീവിതത്തിന്റെ താളങ്ങൾ തൊട്ടുകൂടാത്തവന്റെ ചെണ്ടയിലും പാവങ്ങളുടെ ഹൃദയത്തിലും മുഴങ്ങുന്നതുവരെ മധുരമഴയിൽ ഒരിക്കൽ കൂടി ഈ ഭൂമി പൂവിടും വരെയും കമുകിൻ പൂവിന്റെ മണമുള്ള നിങ്ങളുടെ ധീരപ്രവൃത്തിയെ വിഷം തീണ്ടാതെ രക്ഷിക്കൂ. ഇവിടെ ജീവിതത്തിന്റെ പച്ചപ്പുകളായ പുല്ലുകൾ ഈ വരികളിലൂടെ ഒരു സന്ദേശം നൽകുകയാണ്. അമ്മമാരോടും കർഷകരോടും വിഷം തീണ്ടാത്ത ഈ ഭൂമിയെ രക്ഷിക്കണമെന്ന് അവർ ആഹ്വാനം ചെയ്യുന്നു. ഭൂമിയിൽ സമാധാനവും സന്തോഷവും നേടിയെടുക്കുന്നതുവരെ പോരാട്ടം തുടരൂ എന്നാണ് പറയുന്നത്. ഹിരോഷിമയിലെയും ചെർണോബിലെയും ദുരന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കണമെന്നാണ് കവി ഈ കവിതയിലൂടെ ആവശ്യപ്പെടുന്നത്. ഈ പോയം ഇവിടെ കഴിയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഹിരോഷിമയിൽ അമേരിക്ക ആറ്റം ബോംബിടാനുണ്ടായ കാരണമെന്ത്, അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധമായ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് 1939 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടെയാണ്. അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെടുന്ന ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ, സഖ്യകക്ഷികൾ എന്നറിയപ്പെട്ട ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക എന്നിവരും തമ്മിലായിരുന്നു യുദ്ധം. 1941 അമേരിക്കൻ നാവിക സങ്കേതമായ പോൾ ഹാർബറും ബ്രിട്ടീഷ് യുദ്ധക്കപ്പലായ പ്രിൻസ് ഓഫ് വെയിലും ജപ്പാൻ ബോംബിട്ട് തകർക്കുന്നു. അതിനെ തുടർന്ന് 1945 ഇറ്റലി കീഴടങ്ങുന്നു. അതായത് അമേരിക്കയ്ക്ക് മുന്നിൽ ഇറ്റലി കീഴടങ്ങുന്നു. തുടർന്ന് പരാജയം ഉറപ്പിച്ച ജർമ്മൻ ഭരണാധികാരിയായ ഹിറ്റ്ലറും ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഇറ്റലിയും ജർമ്മനിയും പരാജയം സമ്മതിച്ചു. തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റായ ഹാരി എസ് ട്രൂമൻ ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ജപ്പാൻ കീഴടങ്ങാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ മറ്റൊരു സംഭവം കൂടെ നടക്കുന്നു. അതായത് പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഫ്രാങ്ക്ലിനോട് യൂറിയം എന്ന മൂലകത്തെപ്പറ്റിയും ജർമ്മനി ഇതുപയോഗിച്ച് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പോകുന്നു എന്നും അറിയിച്ചുകൊണ്ട് ഒരു കത്തെഴുതുന്നു. ഇതേസമയം ജർമ്മൻ ഭരണാധികാരിയായ ഹിറ്റ്ലറോട് ആറ്റം ബോംബിന്റെ നിർമ്മാണത്തെക്കുറിച്ച് ജർമ്മൻ ശാസ്ത്രജ്ഞനും പറയുന്നു. പക്ഷേ ഹിറ്റ്ലർ അത് കാര്യമാക്കി എടുക്കുന്നില്ല. ഇതറിഞ്ഞ അമേരിക്ക ജർമ്മനിയേക്കാൾ വേഗത്തിൽ ആറ്റം ബോംബുണ്ടാക്കാനുള്ള പ്രോജക്റ്റ് തുടങ്ങുന്നു. മാൻഹാട്ടൻ പ്രോജക്റ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. അങ്ങനെ 1945 ആദ്യ ആണവ പരീക്ഷണം അമേരിക്ക നടത്തുന്നു. ആണവ യുദ്ധത്തിന് അങ്ങനെ അമേരിക്ക തുടക്കം കുറിച്ചു. ആ ബോംബുകൾക്ക് ലിറ്റിൽ ബോയ് എന്നും ഫാറ്റ് മാൻ എന്നും പേരിടുന്നു. ഈ സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ജപ്പാനോട് കീഴടങ്ങാൻ പറയുന്നത്. പക്ഷേ ജപ്പാൻ കീഴടങ്ങാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയത്താണ് ജർമ്മനിയും ഇറ്റലിയും യുദ്ധത്തിൽ തോൽവി സമ്മതിക്കുന്നത്. പക്ഷേ ജപ്പാൻ കടുത്ത രീതിയിൽ തന്നെ പ്രതികരിക്കുന്നത് അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥനാക്കി. അങ്ങനെ അവസാന പ്രയോഗം എന്ന നിലയിൽ ആറ്റം ബോംബ് വർഷിക്കാൻ അമേരിക്ക തീരുമാനിക്കുന്നു. അങ്ങനെ 1945 ഓഗസ്റ്റ് 6 എനോളഗെ B-29 എന്ന അമേരിക്കൻ ബോംബർ വിമാനം ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബുമായി ഹിരോഷിമയെ ലക്ഷ്യമാക്കി പറന്നു. ഹിരോഷിമയിലെ ടി ബ്രിഡ്ജിൽ നിന്നും 800 അടി മാറിയാണ് ബോംബ് പതിച്ചത്. ബോംബിൽ നിന്നുണ്ടായ സംഹാര ശക്തി 35% ചൂടും 50% കാറ്റും 15% അണുപ്രസരണം എന്നിങ്ങനെയായിരുന്നു. അതിശക്തമായ ചൂടിൽ ഹിരോഷിമ ഉരുകിയൊലിച്ചു. എങ്ങും ചുവന്ന അഗ്നിഗോളങ്ങളും പച്ചമാംസത്തിന്റെ കരിഞ്ഞ ഗന്ധവും കൂട്ട നിലവിളിയും ആർത്തനാദങ്ങളും ഞരക്കങ്ങളും മാത്രം. പൊള്ളലേറ്റ് വികൃതമായ മനുഷ്യരൂപങ്ങളും മനുഷ്യന്റെയും മൃഗങ്ങളുടെയും മൃതശരീരങ്ങൾ എന്നീ കാഴ്ചകൾ മാത്രം അവശേഷിച്ചു. യുദ്ധത്തിൽ ജയിക്കാനായി അമേരിക്കയുടെ മഹാപാതകത്തിന്റെ ഫലമായി ഓഗസ്റ്റ് 15 ജപ്പാൻ അമേരിക്കയോട് കീഴടങ്ങൽ പ്രഖ്യാപിച്ചു. ഇതാണ് ഹിരോഷിമയിൽ അമേരിക്ക ആറ്റം ബോംബിടാനുണ്ടായ കാരണം. ഇനി നമുക്ക് ചെർണോബിലെ ദുരന്തത്തെക്കുറിച്ച് നോക്കാം. അതായത് 1986 ഏപ്രിൽ 26 രാത്രി 1:30 ചെർണോബിലെ ആണവോർജ്ജ പ്ലാന്റിലെ 4ാം നമ്പർ റിയാക്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടാകുന്നത്. റിയാക്ടർ രൂപകൽപ്പനയിലെ പിഴവുകളും അതുപോലെ ഓപ്പറേറ്റർമാരുടെ പിഴവുകളും കാരണമാണ് ദുരന്തം സംഭവിക്കുന്നത്. റിയാക്ടറിലെ സുരക്ഷാ പിഴവ് പരിഹരിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾക്കിടയിലാണ് അപകടം നടക്കുന്നത്. അതായത് റിയാക്ടർ എമർജൻസീസ് ഷട്ട്ഡൗൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഇന്ധന അറയിലെ ചൂട് കുറയ്ക്കാനായി വെള്ളം പമ്പ് ചെയ്യണം. ഇതിനായി വെള്ളം പമ്പ് ചെയ്യുന്ന എമർജൻസി പമ്പുകൾക്ക് പവർ നൽകുന്ന ജനറേറ്ററുകൾ അതിൻ്റെ മുഴുവൻ കപ്പാസിറ്റിയിലെത്താൻ 1.5 മിനിറ്റ് സമയമെടുക്കുന്നു എന്നതാണ് അതിൻ്റെ ഫോൾട്ട്. അത് പരമാവധി 30 സെക്കൻഡിനകത്ത് സംഭവിപ്പിക്കാനുള്ള പരീക്ഷണങ്ങളാണ് അപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനായി റിയാക്ടറിന്റെ പവർ 700 മെഗാവാട്ടിലേക്ക് കുറച്ചുകൊണ്ടുവരികയും സേഫ്റ്റി അലാറമുകളും അതുപോലെ ഓട്ടോമാറ്റിക് ഷട്ട്ഡൗൺസും എല്ലാം ഡിസേബിൾ ചെയ്ത് മാനുവൽ കൺട്രോൾ സിസ്റ്റത്തിൽ പ്രവർത്തിക്കാനായിരുന്നു തീരുമാനം. അങ്ങനെ പവർ 700 മെഗാവാട്ടിലേക്ക് കുറച്ചു കൊണ്ടുവരുന്ന സമയത്ത് റിയാക്ടർ പോയ്സണിംഗ് സംഭവിക്കുകയും പവർ 30 മെഗാവാട്ടായിട്ട് കുറയുകയും ചെയ്യുന്നു.
ലോ പവർ കട്ട് ഓഫ് ഡിസേബിൾ ചെയ്ത് വെച്ചതിനാൽ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു കാര്യങ്ങളും പ്രവർത്തിച്ചില്ല. അപ്പോൾ റിയാക്ടർ 700 മെഗാവാട്ടിൽ താഴേക്ക് പ്രവർത്തിപ്പിക്കേണ്ടി വന്നാൽ അത് അപകടമാണെന്ന് അതിൻ്റെ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അവർ പവർ കൂട്ടാനുള്ള ശ്രമം ആരംഭിച്ചു. എത്ര ശ്രമിച്ചിട്ടും പവർ 200 മെഗാവാട്ടിനപ്പുറത്തേക്ക് കൂട്ടാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ ആ ഒരു 200 മെഗാവാട്ടിൽ പരീക്ഷണം നടത്തുന്നത് അഭികാമ്യമല്ല എന്ന് അവർക്ക് അറിയാമായിരുന്നുവെങ്കിലും മേലുദ്യോഗസ്ഥൻ്റെ ഒരു നിർബന്ധപ്രകാരം അവർ ആ ഒരു പരീക്ഷണവുമായിട്ട് മുന്നോട്ട് പോയി. അതിനായിട്ട് ടർബൈനിലുള്ള നീരാവിയുടെ പ്രവാഹം നിർത്തിവെച്ചു. നീരാവി നിർത്തിവെച്ചാലും കുറച്ചു നേരം ടർബൈനുകൾ കറങ്ങും. ഇങ്ങനെ ടർബൈനുകൾ കറങ്ങുമ്പോൾ ആ ഊർജം കൊണ്ട് 1 മിനിറ്റ് നേരത്തേക്ക് കൂളൻ്റ് പമ്പുകൾ, അതായത് വെള്ളം പമ്പ് ചെയ്യുന്ന നേരത്തെ അതില്ലേ, അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ എന്ന് കണ്ടെത്തലായിരുന്നു പരീക്ഷണം. എന്നാൽ 200 മെഗാവാട്ടിൽ ടർബൈനുകളുടെ വേഗത തീരെ കുറഞ്ഞുപോയി. അതോടെ ആ വെള്ളം പമ്പ് ചെയ്യുന്ന, അതായത് കൂളൻ്റ് പമ്പുകളുടെ പമ്പിംഗ് ശേഷി കുറഞ്ഞു. അപ്പോൾ റിയാക്ടറിലേക്ക് പമ്പ് ചെയ്യപ്പെട്ടിരുന്ന വെള്ളം, അതായത് റിയാക്ടറിലെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പമ്പ് ചെയ്യപ്പെട്ടിരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു. ഇതുകൊണ്ട് റിയാക്ടറിനകത്ത് ചൂട് കൂടുകയും വെള്ളം കൂടുതൽ നീരാവിയായിട്ട് അതിനകത്തുള്ള വെള്ളം കൂടുതൽ നീരാവിയായി മാറാനും തുടങ്ങി. നീരാവിയുടെ അളവ് കൂടിയതോടെ ന്യൂട്രോൺ ആഗിരണം ചെയ്യുന്ന അതിൻ്റെ ശേഷി വളരെയധികം കുറഞ്ഞു. തൽഫലമായിട്ട് കൂടുതൽ ന്യൂട്രോൺ എമിറ്റ് ചെയ്യുകയും ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയും ചെയ്തു. സെക്കൻഡുകൾക്കുള്ളിൽ ഈ പ്രതിഭാസം കൂടുതൽ പവർ ഉത്പാദിപ്പിക്കുകയും അത് റിയാക്ടറിൻ്റെ ടോട്ടൽ കപ്പാസിറ്റിയായ 300 വാട്ട്സിന് അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. 3 സെക്കൻഡിനകം അത് നിയന്ത്രണാതീതമായി 10,000 വാട്ടിന് അപ്പുറത്തേക്ക് എത്തി. അപ്പോൾ ഈ നീരാവിയുടെ ചൂട് താങ്ങാനാവാതെ റിയാക്ടറിനുള്ളിലെ കോർ പൊട്ടിത്തെറിച്ചു. അതായിരുന്നു ആദ്യത്തെ സ്ഫോടനം. ആ ഒരു പൊട്ടിത്തെറിയുടെ ഷോക്കിൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഉയർന്ന ഊഷ്മാവിൽ സൃഷ്ടിക്കപ്പെട്ട ഹൈഡ്രജന് തീപിടിച്ച് രണ്ടാമത്തെ പൊട്ടിത്തെറിയും സംഭവിക്കുന്നു. റിയാക്ടറിൻ്റെ ഉരുക്ക് കവചങ്ങൾ തകർന്ന് ടൺ കണക്കിന് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് അങ്ങനെ പ്രവാഹിക്കുന്നു. 100 ഹിരോഷിമകൾക്ക് തുല്യമായ സ്ഫോടനമാണ് അവിടെ നടക്കുന്നതെന്നറിയാതെ എമർജൻസി ടാങ്കിൽ മാത്രം നടന്ന സ്ഫോടനമാണെന്ന് ആ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ അവർ അനുവദനീയമായതിൽ കൂടുതൽ റേഡിയേഷൻ ഏറ്റുകൊണ്ട് അഗ്നിശമന പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു. ഫയർഫോഴ്സ് എത്തിച്ചേരുന്നു. എല്ലാവരും കൂടെ അതിനെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. നേരം പുലർന്നപ്പോഴത്തേക്കും ശാരീരിക അസ്വസ്ഥതകൾ ബാധിച്ച ചീഫ് എഞ്ചിനീയർമാരെ മറ്റു ഉദ്യോഗസ്ഥന്മാരെയും ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു. 3 ആഴ്ച മരണത്തോട് മല്ലിട്ട് അവർ അവസാനം മരണത്തിന് കീഴ്പ്പെടുന്നു. അതോടെ ദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞു റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളെ തടയുന്ന വസ്തുക്കൾ ടൺ കണക്കിന് റിയാക്ടറിന്റെ മുകളിൽ ചൊരിഞ്ഞു. ചുറ്റുമുള്ള നഗരം റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാൽ മലിനപ്പെട്ടു. 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനങ്ങളെ ഒന്നാകെ ഒഴിപ്പിച്ചു. അപ്പോൾ ചെർണോബ് എക്സ്ക്ലൂഷൻ സോൺ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ റേഡിയേഷൻ തടയുന്ന ഗ്രാഫൈറ്റ് ശവപ്പെട്ടികളിലാണ് അടക്കം ചെയ്തത്. അപ്പോൾ ഇതാണ് ചെർണോബിൽ സംഭവിച്ച ദുരന്തം. താങ്ക് യു.